12 മണിക്ക് ശേഷമാണ് കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് മീൻ മേടിക്കാൻ വേണ്ടി പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഏതായാലും പുറത്ത് പോയാലും എന്നാൽ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് സുകന്യ സമൃദ്ധിയും കൂടി അടച്ചിട്ട് വരാമെന്ന് കരുതിയിട്ട് പോവാണ്. ആദ്യമേ തന്നെ മീൻ മേടിച്ച് വയ്ക്കാമെന്ന് കരുതിയിട്ടോ, കാരണം തിരിച്ച് വരുമ്പോഴേക്കും മീൻ കടയൊക്കെ പൂട്ടി പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നേരെ പോസ്റ്റ് ഓഫീസിലെത്തി ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ട് ഞാൻ ക്യാഷ് അടയ്ക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അതേ ബാക്കിൽ നായ വന്നിട്ട് നിൽക്കുകയാണ് കേട്ടോ. ശരിക്കും പേടിച്ച് പോയി പെട്ടെന്ന് കണ്ടപ്പോൾ. പിന്നെ ഞാൻ ബുക്ക് സ്റ്റോളിലേക്കാണ് കേട്ടോ പോയത്. ഒരു നോവൽ മേടിക്കാനുണ്ടായിരുന്നു. ഈ നോവൽ ഇറങ്ങിയപ്പോൾ തൊട്ടിട്ട് ഇത് വായിക്കണം എന്നിങ്ങനെ മനസ്സിലുള്ളതാട്ടോ. അപ്പോൾ ഈ വർഷം കഴിയാനായി, ഇനി എപ്പോൾ വായിക്കാനാണെന്ന് കരുതിയിട്ട് നേരെ ബുക്ക് സ്റ്റോളിൽ പോയിട്ട് അത് കൈയോടെ വാങ്ങിയിട്ടോ. പിന്നെ വാങ്ങിച്ച മീൻ കറിവെക്കലും വറക്കലും ഒക്കെ ആയിട്ട് ആകെ തിരക്കായിരുന്നേ. സമയം തീരെ കുറവായതുകൊണ്ട് ഒരു തട്ടിക്കൂട്ട് കറിയാണ് കേട്ടോ. പിന്നെ വറക്കലും കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ചോറൊക്കെ കഴിച്ചിട്ട് കുറച്ചധികം നേരം തന്നെ കിടന്നുറങ്ങി. എണീച്ചിട്ട് ഏട്ടൻ വന്ന് വിളിച്ചപ്പോഴാണ് പിന്നെ ഉണർന്നത് കേട്ടോ. പിന്നെ വേഗം ചായ ഉണ്ടാക്കാനായിട്ട് നിന്നു. ഉച്ചയ്ക്ക് പുറത്ത് പോയിട്ട് വരുമ്പോൾ കൊള്ളി ചിപ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇന്ന് ചായക്ക് എടുത്തത്. പിന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇന്ന് തിരുവാതിരക്കളിയുടെ പ്രാക്ടീസ് ഉണ്ട് എന്നുള്ളത് ഓർമ്മ വന്നത് കേട്ടോ. പിന്നെ നേരെ റെഡി ആയിട്ട് പ്രാക്ടീസിന് പോവാണ് കേട്ടോ. ഇന്ന് ഏട്ടനാണ് പ്രാക്ടീസിനാക്കി തരുന്നത്. കുറച്ച് അധികമായിട്ടോ ഞാൻ ഹങ്കിൻ്റെ മുകളിൽ പോയിട്ട്. അപ്പോൾ ഇന്ന് ഹങ്കിൻ്റെ മുകളിലാണ് ഏട്ടൻ എന്നെ കൊണ്ടാക്കി തരുന്നത്. ഞാൻ എത്തിയപ്പോഴേക്കും അവർ പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇടയിൽ ഞാനും കയറി ജോയിൻ ചെയ്തു. അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ബായ്.